ഈ 5 കാര്യങ്ങൾ നിങ്ങളെ വീടിനെ സമ്പന്നതയിലേക്കും സൗഭാഗ്യത്തിലേക്കും കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വീടിന് വാസ്തുപ്രകാരം ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളും ഫെങ്ഷുയി പ്രകാരം ചെയ്യാവുന്ന 5 കാര്യങ്ങളും ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വാസ്തുപ്രകാരം നിങ്ങളൊരു വീട് വെക്കുകയാണെങ്കിൽ അതിലൊരു ഒന്നാമത്തെ നിയമം നിങ്ങൾ പാലിക്കേണ്ടത് വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആയിരിക്കും. ആകെ 4 മൂലയെ കാണാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ മൂലകളുള്ള ഏതൊരു വീടും വാസ്തു തെറ്റിയിട്ടുണ്ട്. കന്നിമൂലയിൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ നമുക്ക് ഒരു മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാം. സൗത്ത് ഈസ്റ്റ് കോർണറിൽ കിച്ചൺ കൊടുക്കാം. 1 സ്ക്വയർ ഷേപ്പ്, 2 സൗത്ത് വെസ്റ്റിൽ മാസ്റ്റർ ബെഡ്റൂം, 3 സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ. ഈ വീടിന്റെ പ്രധാന ഡോർ എന്ന് പറയുന്നത് ഉച്ചസ്ഥാനത്ത് കൊടുക്കണം. ഉച്ചസ്ഥാനത്ത് എന്ന് പറയുമ്പോൾ 4 ദിക്കിലും ഉച്ചസ്ഥാനങ്ങളുണ്ട്. ഈ 4 സൈഡിലെ ഉച്ചസ്ഥാനങ്ങളെ ഞാൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ടൊരു മാർഗം ചെയ്യാം. ഇത് ദിക്കിലുള്ള വീടാണ്. ഇതിനെ ഞാൻ കറക്റ്റ് 4ആയിട്ട് അങ്ങ് തിരിച്ചു. 4ആയിട്ട് തിരിച്ചപ്പോൾ നിങ്ങൾക്കിത് ഏത് ദിക്കിലാണെങ്കിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഈസ്റ്റിലാണെങ്കിൽ ഈ പകുതിയിൽ നിന്നും ഇങ്ങോട്ടുള്ള ഏതൊരു സ്ഥലത്തും നിങ്ങൾക്ക് മെയിൻ ഡോർ കൊടുക്കാം. ഇവിടെ പാടില്ല. നോർത്തിലാണെങ്കിലോ ഈ നോർത്തിൻ്റെ ഉച്ചത്തിൽ നിങ്ങൾക്ക് മെയിൻ ഡോർ കൊടുക്കാം. ഇവിടെ പാടില്ല. വെസ്റ്റിലാണെങ്കിലോ നോർത്ത് വെസ്റ്റിൽ നിങ്ങൾക്ക് ഉച്ചത്തിൽ കൊടുക്കാം. ഇവിടെ പാടില്ല. അത് സൗത്തിലാണെങ്കിലോ സൗത്ത് ഈസ്റ്റിന്റെ ഉച്ചത്തിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് 4 സൈഡിലും ഡോർ വെക്കേണ്ട സ്ഥലവും മനസ്സിലായി. ഈ വീടിന്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങൾ കിണർ വെട്ടുക, അല്ലെങ്കിൽ ബോർവെൽ, അല്ലെങ്കിൽ സമ്പ്. ഈ 5 കാര്യങ്ങൾ നിങ്ങളെ വീടിനെ സമ്പന്നതയിലേക്കും സൗഭാഗ്യത്തിലേക്കും കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് 5 വാസ്തു നിയമങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 5 നിയമങ്ങൾ ഏതൊരാൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി നിങ്ങളിത് ഇങ്ങനെ ചെയ്തു, നിങ്ങൾ വീട് വെച്ചു. ഇനി നിങ്ങൾക്ക് ഫെങ്ഷുയി പ്രകാരം ചെയ്യാവുന്ന ഒരു 5 കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. വീടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ, അതായത് കന്നിമൂലയിൽ ഔട്ട് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഇടാം. അപ്പം ഒന്നെന്താണ്, സൗത്ത് വെസ്റ്റിൽ റെഡ് ലൈറ്റ്. ഇത് വാസ്തു, ഇത് ഫെങ്ഷുയി. 2 നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു 6 റോഡ് വിൻഡ് ചൈം ഇടാം. 3 വീടിന്റെ ഔട്ട് സൈഡിൽ നോർത്തിൽ ഒരു മൂവിങ് വാട്ടർ വയ്ക്കാം. ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് അക്യൂറത്തിൽ ഒരു മോട്ടറൊക്കെ കൊടുത്ത് കുറച്ച് മീനൊക്കെ ഇട്ട് ഇവിടെ ഒരു മൂവിങ് ഏരിയ കൊടുക്കാം. 3 എന്താണ്, നോർത്തിൽ മൂവിങ് വാട്ടർ. അടുത്തത് 4-മത്തത്, വീടിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ലക്കി ബാമ്പു ചെടി വയ്ക്കാം. ലക്കി ബാമ്പു ചെടി, അതായത് ഇത് ഇഷ്ടം പോലെ പ്ലാന്റുകൾ ഏത് കൊടുക്കാം, വീടിൻ്റെ ഔട്ട് സൈഡിൽ സൗത്ത് ഈസ്റ്റിൽ കൊടുക്കാം. സൗത്ത് ഈസ്റ്റിൽ ലക്കി ബാമ്പു. അടുത്തത് മെയിൻ ഡോറിൽ നിന്നും നോക്കുമ്പോൾ കാണും വിധം ഒരു ട്രാവലിംഗ് ബുദ്ധയെ വയ്ക്കാം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഇത് 5 വാസ്തു, അത് 5 ഫെങ്ഷുയി. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും. ഇനി ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോകാം. ഒരു ക്രിസ്റ്റൽ ബോൾ ആണ്. സൗത്ത് വെസ്റ്റ് മിസ്സിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആ ഭാഗത്ത് നമുക്ക് ഇതിലത്തെ 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യാം. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ ട്രാവലിംഗ് ബുദ്ധ. ഒരു വീട്ടിൽ, ഏതൊരു വീട്ടിലും ഒരു ട്രാവലിംഗ് ബുദ്ധയുടെ സ്റ്റാച്ചു ഇരിക്കുന്നത് ഒത്തിരി സൗഭാഗ്യങ്ങൾ തേടിത്തരും. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു പണച്ചാക്കിന്റെ മുകളിലാണ് ലാഫിൻ ബുദ്ധ നിൽക്കുന്നത്. വളരെ ചിരിയോട് കൂടിയാണ് നിൽക്കുന്നത്. കയ്യിലുള്ള റൂയി തൊഴിലിനെ സൂചിപ്പിക്കുന്നു. കഴുത്തിലുള്ള പ്രേയർമാല സമാധാനത്തെയും, കയ്യിലുള്ള 6 നാണയങ്ങൾ സമ്പത്തിന്റെ വരവിനെയും നിലനിൽപ്പിനെയും, കഴുത്തിലുള്ള മരക്കൊമ്പ് വളർച്ചയെയും, ഇവിടെയുള്ള ഉലു ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നു. കപ്പിൾസുകൾ തങ്ങളുള്ള ഐക്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സൗത്ത് വെസ്റ്റിൽ ഒരു മാൻഡേരിയൻ ടെക്കിന്റെ സ്റ്റാച്ചു വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.